ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 8, 2024. നമുക്കറിയാം, യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ പ്രമുഖ ക്ലബ്ബുകൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരവും ലീഗ് മത്സരവുമൊക്കെ നടന്നു വരികയാണ്. ഇപ്പോൾ ഇന്നലെയും പ്രമുഖ ക്ലബ്ബുകൾക്കൊക്കെ മത്സരമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലീഗ് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇന്നലെ നമുക്കറിയാം നിലവിലുള്ള ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ക്രിസ്റ്റൽ പാലസും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 1.5 മാസമായി തുടർച്ചയായി 7 പരാജയങ്ങളും സമനിലകളൊക്കെയായി തപ്പിത്തടഞ്ഞിരുന്ന സിറ്റി അതിനുശേഷം ഒരു മത്സരം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ക്രിസ്റ്റൽ പാലസുമായി 2-2 സമനിലയിൽ പിരിഞ്ഞു. സിറ്റിക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡ് ഒരു ഗോൾ നേടിയിരുന്നു. ഇതോടെ അദ്ദേഹത്തിൻ്റെ ഗോൾ സമ്പാദ്യം 13 ആയി ഉയർന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ ലീഗിൽ 4-ാം സ്ഥാനത്താണ്. അതേസമയം ലീഗിൽ 1-ാം സ്ഥാനത്തുള്ള ലിവർപൂളും മത്സരം എവർട്ടണും തമ്മിലുള്ള മത്സരം ഇന്നലെ പ്രതികൂല കാലാവസ്ഥ കാരണം നടന്നില്ല. ലീഗിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയും മറ്റൊരു പ്രമുഖ ടീമായ ടോട്ടൻഹാമും തമ്മിലുള്ള മത്സരം ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. അതേസമയം ആർസനൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആർസനലിൻ്റെ മത്സരവും ഇന്ന് നടക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രമുഖ ടീമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ മത്സരമുണ്ടായിരുന്നു. അവർ ഇന്നലെ പരാജയപ്പെട്ടു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് പരാജയപ്പെട്ടു. 2-3 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം, തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് കൊണ്ടാണ് അവരുടെ കോച്ച് എറിക് ടെൻ ഹാഗിനെ പുറത്താക്കിയത്. അതിനുശേഷം പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ കോച്ചായ റൂബൻ അമോറിമിനെ കൊണ്ടുവന്നു. അതിനുശേഷം 1-2 വിജയങ്ങളും സമനിലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് 2 പരാജയം. ഇന്നലെയും പരാജയപ്പെട്ടു. അത് അവരുടെ തോൽവി നമുക്കറിയാം. അത് ആദ്യമേ അറിയാവുന്നതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽവി എന്ന് പറയുന്നത് കോച്ചിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും ആയിരുന്നില്ല. അത് മാനേജ്മെൻറ്റ് സംബന്ധിച്ചുള്ള എന്തോ പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് ആദ്യ പത്രങ്ങളിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നതാണ്. അതിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. സ്വന്തം മൈതാനത്താണ് മറ്റൊരു ചെറിയ ക്ലബ്ബായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് 2-3 ഗോളുകൾക്ക് പരാജയപ്പെട്ടത്. അതേസമയം റൂബൻ അമോറിമിൻ്റെ പഴയ ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബൺ വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രമുഖ ലീഗായ സ്പാനിഷ് ലീഗ് ലാലിഗയിൽ ഇന്നലെ റയൽ മാഡ്രിഡിന് വിജയമുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിന് വേണ്ടി കിലിയൻ എംബാപ്പെ ഒരു ഗോൾ നേടിയിരുന്നു. അതേസമയം ലീഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാർസലോണ ഇന്നലെ സമനിലയാവുകയാണ് ചെയ്തത്. റിയൽ ബെറ്റിസുമായി 2-2 സമനിലയായി. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി ഒരുപാട് ലീഡ് ഉണ്ടായിരുന്ന ബാർസലോണ ലീഡ് ഓരോ മത്സരം കഴിയുമ്പോൾ കുറഞ്ഞു വരികയാണ്. തുടർ പരാജയങ്ങളും സമനിലയും ഒക്കെയുമായിട്ട് അത് ലാലിഗ കൂടുതൽ ആവേശമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് പറയാനുള്ളത് സൗദി പ്രോ ലീഗ് ആണ്. അവിടെ ഒരു പ്രശസ്തരായ ഒരുപാട് കളിക്കാർ കളിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ, കരീം ബെൻസീമ, റിയാദ് മെഹ്റസ് തുടങ്ങിയവരൊക്കെ അവിടെ സൗദി ലീഗിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന ഒരു പ്രമുഖമായ മത്സരത്തിൽ അൽ ഹിലാൽ ക്ലബ്ബ് വിജയിച്ചു. അവരിപ്പോൾ ഗ്രൂപ്പ് 2-ാം സ്ഥാനത്താണ്. നെയ്മർ ജൂനിയറിൻ്റെ ക്ലബ്ബാണത്. പക്ഷേ നെയ്മർ ജൂനിയർ ഏതാനും മാസങ്ങളായി കളിക്കുന്നില്ല, പരിക്ക് പറ്റിയത് കാരണം. മറ്റൊരു മത്സരത്തിൽ റിയാദ് മെഹ്റസ് നായകനായ അൽ അഹ്ലി ഇന്നലെ വിജയിച്ചു. അവർ ഇപ്പോൾ ലീഗിൽ 5-ാം സ്ഥാനത്താണ്. റിയാദ് മെഹ്റസും ഫിർമിനോ ഒക്കെ അവരുടെ ക്ലബിന് വേണ്ടി ഗോൾ നേടിയിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗായ ISLൽ നമുക്കറിയാം, ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ FC പരാജയപ്പെട്ടു. നമുക്കറിയാം, ബാംഗ്ലൂർ FC സുനിൽ ഛേത്രിയുടെ ടീമായ ബാംഗ്ലൂർ FC വളരെ ശക്തമായ ടീമാണ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം, ഓരോ സീസൺ തുടങ്ങുമ്പോൾ മാത്രം പലതൊക്കെ പറയുന്നല്ലാതെ ഒന്നിലും അങ്ങനെ വിജയിക്കാറൊന്നും കാണാറില്ല. പ്രാവശ്യം തപ്പിത്തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലീഗിൽ അവസാന സ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഇന്നലെ അവർ പരാജയപ്പെട്ടു. 2-4 ഗോളുകൾക്ക് പരാജയപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സ്.
മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC പരാജയപ്പെട്ടു ഈസ്റ്റ് ബംഗാളിനോട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. നമസ്കാരം. താങ്ക് യു.